എത്രയൊക്കെ മണം ഉണ്ടെങ്കിലും ഒരു മീൻ മുറിക്കുന്നത് നോക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചൂണ്ടയിട്ട് പിടിച്ചിട്ടുള്ള ബ്ലൂ ഫിൻ ട്യൂണനെയും ആൽബക്കോർ ട്യൂണനെയും മുറിക്കുന്ന വീഡിയോ ആണ്. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. റെഡി ബൂംപാ. ചേട്ടാ, നമ്മൾ ഇന്നലെ വന്നിട്ടേ ഈ മീൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു ഇന്നലെ രാത്രി, അത് കാരണം വലിയ കുഴപ്പമില്ല. ദേ നമ്മുടെ മീൻ ലഫലേ ലൊക്കറ്റേ. കറക്റ്റ് സമയത്തിന് ഇപ്പോൾ മഴയും പെയ്തു. അവിടെ ഉണ്ടോ? ആദ്യം നമുക്കപ്പോൾ നമ്മുടെ ആൽബക്കോറിനെ ചെയ്യട്ടോ. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ടുള്ള ഒരു ട്യൂണ തന്നെയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പെട്ടെന്ന് ആൽബക്കോ ട്യൂണേനെ മനസ്സിലാവാനായിട്ട് ഈ ചിറക് നോക്കിയാൽ മതി. അറ്റൻഷനായിട്ട് നിൽക്കുന്ന ഒരാളുടെ സൈഡിലേക്ക് കൈ കൂട്ടി വെച്ച പോലെ ആയിരിക്കും ഇതിൻ്റെ ചിറക്. കണ്ടാ, ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് ആൽബക്കോറ്. നല്ല സൂപ്പർ കറി വയ്ക്കാൻ. എനിക്ക് എല്ലാ ട്യൂണകളിലും വെച്ചിട്ട് കറി വയ്ക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ട്യൂണയാണ് കേട്ടോ ആൽബക്കോറ്. കണ്ട, ഇതിപ്പോൾ ഏതാണ്ട് ഒരു 20 കിലോൻ്റെ അടുത്ത് തൂക്കം വരുന്ന ഒരു ആൽബക്കോറാണ്. ഓക്കെ, നമുക്കിതിൻ്റെ ആദ്യം ഈ ഫുന്നൊക്കെ കളയണം. കണ്ട, ആൽബക്കോറ് 20 കിലോൻ്റെ എന്നൊക്കെ പറയുമ്പോൾ നല്ല നെയ്യ് ഉണ്ടാവും. കണ്ട, അതിൻ്റെ നെയ്യ് സൂപ്പർ നെയ്യുള്ള മീനാണ് കേട്ടോ ആൽബക്കോറ്. അടിപൊളി സാധനമാണ്. ഇനി നമ്മൾ ഇതിൻ്റെ തല മാറ്റാൻ പോവാണേ. നോക്കി നെയ്യ് നോക്കി ജാംസം, സൂപ്പർ നെയ്യുള്ള മീനാണ്. നിങ്ങൾ കലക്കുന്നത് കടിക്കൊന്നുമില്ല. ദേടി നെയ്യ് ഇതുണ്ടോ? അല്ല, അതിപ്പോൾ പുറത്തുനിന്ന് ഞാൻ കട്ട് ചെയ്തപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളതാണ്. ഇതിന് നമ്മൾ ഇന്നലെ നല്ല സൂപ്പറായിട്ട് നല്ല EKG ചെയ്തിട്ടുള്ള കാരണം നല്ല മീറ്റ് കേട്ടോ. ദേ എൻ്റെ തല കണ്ട. ചുണകളിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കറി വയ്ക്കാൻ നല്ല സൂപ്പറായിട്ടുള്ള തലയാണ് ആൽബക്കോറിൻ്റെ തല. നിങ്ങൾക്കപ്പോൾ എൻ്റെ തല കറി വയ്ക്കണമെന്നല്ല ആഗ്രഹം? ജാംസൺ അങ്ങനെ ഉണ്ട്. എൻ്റെ ചാവ് അത്ര എടുക്കണേ. ഈ മുടിച്ചാനാണെങ്കിൽ ചാവണമില്ല. ഇനി നമുക്ക് വാല് നീക്കണം കേട്ടോ. ഇനി അതിൻ്റെ കുറവേ ഉള്ളൂ. അങ്കിളിൻ്റെ ഇന്നലെ കൊന്നിട്ടില്ല എന്നേ ഉള്ളൂ. ഇതിൻ്റെ വാല് ദാവികാശിൻ്റെ ചുമരിൻ്റെ മുകളിൽ ഒട്ടിക്കണമെന്നാണ് പറഞ്ഞത്. പൂച്ച വന്ന് തിന്നൊക്കെ പറയണ്ടവേ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ തൊലി ഊരണം. ആൽബക്കോറിൻ്റെ തൊലി നമുക്ക് ഊരണം കേട്ടോ. ഇപ്പോൾ ഇവിടെ ചെറിയൊരു ഇൻസിഷൻ ഇടുക. ഓക്കെ, ഇനി നമ്മുടെ ഈ അറ്റങ്ങനെ പിടിക്കുക, ഒന്നിങ്ങനെ മാന്തുക, പിന്നെ സ്ലോലി പിന്നെ പുള്ളിയുക. ഒരു തുണി ഉണ്ടെങ്കിൽ പിടിക്കാൻ എളുപ്പമുണ്ടാവും. മാംസം പോരാണ്ട് പതുക്കെ എടുത്തോളൂട്ടാ. ഈ നെയ്യൊന്നും കളയരുത് ഇതിൻ്റെ ഒപ്പം. നോക്കി നെയ്യ് കൊണ്ട് എന്ത് നെയ്യോ നോക്ക്, എണ്ണ ഒലിച്ചാൽ വരുന്നേ. അതുപോലെ ചുണകളിൽ വെച്ചിട്ട് കണ്ടമാന തൊലി ഇങ്ങനെ എന്താ പറയുക ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ഇറച്ചിയുണ്ട് ആൽബക്കോറിൻ്റെ. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ, നമ്മുടെ എന്താ പറയുക കടലിലെ ചിക്കൻ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു മീനാണ് ആൽബക്കോർ. നോക്കിയേ, ഇത്രയും ഫാറ്റ് പോയി എൻ്റെ കട്ടിങ് സ്കില്ല് കാരണം. നോക്ക്, ഇത് ചൊരഞ്ഞിരിക്കണം. ഇനി കൺവേസ് ദിസ്. ഇനി ഞാനിതിൻ്റെ ഫില്ലെ തിരിക്കുക കേട്ടാ. ഇതിൻ്റെ ഉള്ളിൽ നെയ്യ് ഇരിക്കണമെങ്കിൽ നമ്മുടെ മറ്റേ എന്താ പറയുക നമ്മുടെ നാട്ടിലെ തിരുതയുടെ ഉള്ളിലെ നെയ്യ് പോലെ കേട്ടോ നെയ്യ് ഇരിക്കണത്. നോക്ക്, ബ്യൂട്ടിഫുൾ നെയ്യ്, ഫുള്ള് നെയ്യ് കേട്ടോ ഈ മീനിൽ. പിടിക്കാൻ പോലും എനിക്ക് പറ്റണില്ല, ഇത്രയ്ക്കധികം നെയ്യാ. അതെ, മസാല പറ്റാനുണ്ടാവില്ല മിക്കവാറും. ചുമ്മാ അതിൻ്റെ ബെല്ലി ഇത് നോക്കി. അക്കാമി നമ്മുടെ ഫില്ലറ്റ് പീസ് നല്ല അടിപൊളി കേട്ടോ. ഇത് അക്കാമി. ഓഹോ ലോക, അതെ ബ്യൂട്ടിഫുൾ പീസ്. ഒട്ടഞ്ഞിട്ടാ വീണ കണ്ട. നെക്സ്റ്റ് ഫില്ലറ്റ്. ആ മുള്ള് നമുക്ക് ശരിയാക്കാം, എടുക്കാം. ദേ, ഇത് നമുക്ക് നാളെ ഈ പീസ് എടുത്ത് നമുക്ക് സ്മോക്ക് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ മുകളിൽ കുറച്ച് നല്ല ഫാറ്റൊക്കെയുള്ള നല്ല ഇറച്ചിയല്ലാണ്ട് ബ്യൂട്ടിഫുൾ. 2 അക്കാമി അല്ലെങ്കിൽ ടോപ്പ് ഫില്ലെ, 2 ഫാറ്റി ബോട്ടം ഫില്ലെ. ഓക്കെ, ഡൺ. ഓക്കെ, ഇനി നമ്മുടെ കിങ് ബ്ലൂഫിൻ. നല്ല ബ്യൂട്ടിഫുൾ ബ്ലൂഫിൻ ആണ്. ബ്ലൂഫിൻ്റെ ആക്ച്വലി നമുക്ക് അടുത്തൊരു സ്കില്ല് വേണ്ട ഒരു ഏരിയയാണ്
അതായത് ഇതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്യണത് കുറച്ച് പണിയാണ് ഇതിൻ്റെ. എന്നാലും നമുക്ക് ആവണ പോലെ റിമൂവ് ചെയ്യാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഫിന്നെല്ലാം കളയാം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ വാല് കളയണം. ഇവിടെ ഞാൻ നല്ലൊരു കട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ ഒരു ദേ ഇതിൻ്റെ വാല് ആവികാശനുള്ള. നമുക്കിതിൻ്റെ തല കളയണം കേട്ടോ. നല്ല ഇറച്ചിയുള്ള തലയാട്ടാ ഇതിൻ്റെ. കണ്ട ഇവിടെ നല്ല, പക്ഷേ കണ്ട നമ്മുടെ ആൽബക്കോറിനേക്കാളും നല്ല സൂപ്പർ ഫേം മീറ്റാണ് ബ്ലൂഫിൻ്റെ. കണ്ട. ഓക്കെ, അടുത്ത് ഞാനിതിൻ്റെ കോളർ ബോൺ റിമൂവ് ചെയ്യാൻ പോവാണേ. താഴെയുള്ള ഫിന്നില്ലേ അതിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ദെൻ യു ഗോ ഓൾ ദ വേ ത്രൂ ദ ബോൺ. ഓക്കെ ഓക്കെ, ഡൗൺ ഹിയർ. Beautiful. Look at that, the collarbone. One. Flip it over. Same thing. Belly, bottom. Come all the way down. Go. All the way. There we go. 2 collarbones. Smoky and അടിപൊളിയാണ് collarbones കേട്ടോ. Beautiful. ഓക്കെ, ഇനി ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു സ്കിന്നുണ്ട്, നമുക്ക് ഇങ്ങനെ ചെത്തിയെടുക്കണം. ഇല്ല വെച്ചാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫില്ല് ചെയ്യണ സമയത്ത് കുറച്ച് പണിയാണ്. പരമാവധി ഇത് നമ്മൾ നശിപ്പിക്കാതെ വേണം എടുക്കാനായിട്ട് കേട്ടോ. ഇത് നമ്മുടെ മറ്റേൻ്റെ പോലെ ഇതിൻ്റെ തൊലി ഊരില്ല. ഓക്കെ, നല്ല സൂപ്പർ മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ നമുക്കിങ്ങനെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം, ഇങ്ങനെ ചെത്തി രാവി എടുക്കാം നമുക്ക്. അത് നമുക്ക് ഫില്ല് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല, മീറ്റ് മുഴുവൻ പൂവിൻ്റെ ഒപ്പം. ഞാൻ നമ്മുടെ ഫ്രണ്ട് കം ഷെഫാണ് കേട്ടോ, പുള്ളി ഷെഫാണ്. പുള്ളിക്ക് മറ്റേ ട്യൂണ ചെയ്യാൻ കൊടുക്കണേ. പക്ഷേ ഇപ്പോൾ ജാംസൺ ഷെഫിങ് ജോബ് നിർത്തി ഇല്ലേ ജാംസൺ? ഒരുപാട് സ്കില്ലുള്ള പോലെ അഭിനയിക്കിട്ടാ. ബ്ലൂഫിനൊക്കെ മനുഷ്യന്മാരുടെ ഒരു എന്താ പറയുക, ഒരു ആഗ്രഹമല്ലേ അല്ലേ ലൈഫിലെ? ഷെഫുമാരുടെ ഒക്കെ ഒരു ആഗ്രഹമാണ് ബ്ലൂഫിനെ മുറിച്ചിട്ട് സെറ്റാക്കുക എന്നൊക്കെ ഉള്ളത്. ഡൂയിങ് ഗുഡ് ജാംസൺ, വെരി നൈസ്. ഇനി ഞാനിതൊന്ന് ക്ലീൻ ചെയ്യട്ടെ. സോ നെക്സ്റ്റ് നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ബെല്ലിയില്ലേ, അവികാശിന് ഈ ബെല്ലി ഇങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ, അവികാശിന് ബെല്ലി ഡാൻസേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതെന്നറിയില്ല. ഓക്കെ, സോ ഞാൻ ഈ ബെല്ലി ഇത് കട്ട് ചെയ്തെടുക്കാൻ പോകാം കേട്ടോ. വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലേ? ഓക്കെ, അലുവ പോലെ അല്ലേ ഇരിക്കുന്നത്. ഇത് അവികാശിന് കൊടുക്കണ്ട, അങ്ങനെ അവൻ ബെല്ലി തിന്നണ്ടാവേ. ചെറിയ മീനായ കാരണം അധികം ഫാറ്റ് ഇല്ല കേട്ടാ. എന്നാലും നമ്മുടെ നേരത്തെ ആൽബക്കോർ തുട്ടുണയുടെയും ഇതിൻ്റെയും ടെക്സ്ചറിലെ മാറ്റം കണ്ട, അതിങ്ങനെ കൊയാന്ന് സോപ്പ് പോലെ ഇരുന്നേനെ. ലോക്ക് അത് 2 pieces മൈ വൺ ഓഫ് ദി ബെസ്റ്റ് പീസസ്. അതെ, ഇതിന് മറ്റേ തൈറോയിഡിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു മുഴ കാണാണ്ടല്ലോ കൊണ്ട് അല്ലേ? ഇവിടെ ഒരു മുഴ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഇവിടെ ഒരു എല്ലുള്ള ഭാഗമുണ്ട്, അതിൻ്റെ മുകളിലൊന്ന് ചെറുതായിട്ട് ചെരിച്ചിട്ട് വേണം നമ്മുടെ നൈഫും താഴത്തേക്ക് കൊണ്ടുപോകാൻ. സോ എപ്പോഴും ബോട്ടത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, 1 cut all the way down. Now ഇവിടെ കുറേ ബോൺസ് ഉണ്ട്, ആ ബോൺസിൻ്റെ സൈഡിൽ കൂടെ ഇറ്റ് ബി കെയർഫുൾ ആൻഡ് ഗോ. വൺസ് നൈഫ് പോയാൽ പിന്നെ നോക്കണ്ട കേട്ടോ, പിന്നെ ഇടയിൽ നിർത്താനും ചാടാനും നിൽക്കണ്ട, ഏതിയാനെ വേണമെങ്കിൽ പൊക്കോട്ടെ, ദാറ്റ്സ് ഓക്കെ. ഇപ്പോൾ നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്തില്ലേ, ഇവിടെ കുറച്ച് ബോൺസ് ഉണ്ട്. അപ്പോൾ ഇനി നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ കത്തി ഒന്ന് ഇടയ്ക്ക് ഇറക്കിയേട്ടാ. ഓക്കെ ഓക്കെ, എവിടെ കൂടെ വേണമെങ്കിൽ കത്തി പൊക്കോട്ടെ, പക്ഷേ ഒരിക്കലും പുള്ളി ചെയ്യരുത് കത്തിനെ തിരിച്ച്. ലെറ്റ് ദ കത്തി ഡു ദ ജോബ് ഫോർ യു. നൗ യു ഗോണ സീ ദിസ് ബ്യൂട്ടി. ഓ ശേ, വീണില്ല അവൻ. നിങ്ങൾക്ക് പിന്നെ അതായത് ടു മച്ച് ലൈക്ക് ആലുവ. ഇതിനൊരു 10 ദിവസം ഇതിനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോണ്ടല്ലോ, ഇവനിങ്ങനെ ചെമ്പൂവേ പൂവേ നിറമാറത്തെ ചെണ്ടേലൊരു വണ്ടുണ്ടോ, അതുപോലെ ഇപ്പം തന്നെ ആയനായിരുന്നു. എന്താ പറയുക, പൂവിൻ്റെ ഏതാണ്ട്. അഗെയിൻ ഒരുപാട് നേരം കളിക്കാൻ നിൽക്കരുത്, ജസ്റ്റ് 1 cut ഇട്ടാ ഓൾ ദ വേ. Flip the akami. Look at that piece.
നന്നായിട്ട് എൻ്റെ പോലെ സ്കില്ലുള്ള ആൾക്കാരാണ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ കണ്ട ഈ ബോണിൻ്റെ ഇടയിൽ ഒരു തരി പോലും മീറ്റ് ഉണ്ടാവില്ല. സി ഐ എം ടു സ്കിൽഫുള്ളി ഫള ആ പീസ് മാൻ കണ്ട നോ ഓവർ കട്ട്സ് നഫിങ്. സോ ബ്ലൂഫിനെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം ഡീൽ ചെയ്യാം. ജാപ്പനീസ് തന്നെ വിളിച്ചിട്ടുണ്ട് ഇത് ചെയ്യാനായിട്ട്. അവർക്ക് എൻ്റെ അത്ര സ്കില്ലില്ല അത്ര സ്കില്ല് കൂടിയിട്ടേ ഇല്ലേ. നല്ല തമാശ ഉണ്ട് കേട്ടോ. ഞാൻ നീ ഇവിടുന്ന് പോയപ്പോൾ വിചാരിച്ചത് തമാശ നിർത്തിയെന്നാ. ഇനി ഏതാണ് നമ്മുടെ പീസുള്ളത്? ദേ ഈ എല്ലിനെ നമുക്ക് തിരിച്ചെടുക്കണം. നല്ല സൗണ്ട്. ഓക്കെ അഗെയിൻ ഡോണ്ട് പ്ലേ ടു മച്ച് അറൗണ്ട് വിത്ത് ജസ്റ്റ് ഗോ. ദേ നമ്മുടെ അടുത്ത പീസ് ഓക്കെ. ഇനി നമുക്ക് ഈ ബോണ് കളയണം. കണ്ട ഇത് വേണ്ട നമുക്ക്. സോ അനദർ പീസ് ബ്യൂട്ടിഫുൾ പീസ് ഓക്കെ. അതെ നല്ല സൂപ്പറാട്ടോ. പക്ഷേ പച്ചയ്ക്ക് കഴിച്ചപ്പോൾ എനിക്ക് ആക്ച്വലി ആൽബക്കോറ ഇഷ്ടപ്പെട്ടത്. കാരണം അതിൽ ഇതിനേക്കാളും കൂടുതൽ ഫാറ്റ് ഉണ്ട്. വലിയ ഉപകാരം. ഇതിന് കുറച്ചുകൂടി അതായത് ഇതിന് കുറച്ചുകൂടി എങ്ങനെയാണെന്ന് അറിയാം. ഇതിന് മറ്റേ മയോഗ്ലോബിൻ്റെ ബ്ലഡിൻ്റെ ടേസ്റ്റ് ഉണ്ട് കണ്ട. അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് ഇതിന്. ഇതേ നമുക്കിവിടെ കുറച്ച് ബോൺ കിട്ടിയിട്ടുണ്ട്. ഈ ബോണിൽ ഞാൻ കുറച്ച് മീറ്റ് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, അതൊന്ന് സ്മോക്ക് ചെയ്യണം. നമുക്ക് നാളെ അപ്പോൾ 2 ഈ സാധനവും സ്മോക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഓക്കെ ദേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫുള്ള് ഫിഷിങ്ങിൽ നിന്ന് കിട്ടിയിട്ടുള്ള പോർഷൻസ് കേട്ടോ. അതിൻ്റെ തല, അതിൻ്റെ സ്മോക്ക് ചെയ്യാനുള്ള പാർട്ട്, ഓക്കെ നമ്മുടെ അക്കാമി, ഇതെല്ലാം ഞാൻ ഇനി ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് പ്രോസസ്സ് ചെയ്യാൻ പോവാണ്. സോ മേ ബി സ്മോക്ക് ചെയ്യാൻ കുറച്ച് പച്ചിറച്ചി തിന്നാം. എന്താണെങ്കിലും നമുക്ക് എല്ലാവർക്കും 4 പേരെ പോയിട്ടായിരുന്നേ ഓരോരുത്തർക്കും ഓരോ പീസ് വെച്ചിട്ട് കിട്ടും. ഓക്കെ അപ്പോൾ ഇതുപോലത്തെ സൂപ്പർ വീഡിയോ വേണ്ടി നിങ്ങൾക്ക് അടുത്ത കാണാം. അതുവരെയും ബൈ ഫോർ നോ. ബൈ ബൈ.